Hello friends, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കുന്നത് 4ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് മോഡൽ എക്സാം ആണ്. ഇംഗ്ലീഷിന്റെ മോഡൽ എക്സാം ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ചോദ്യങ്ങളും അതിനുശേഷം മാത്രം ഉത്തരങ്ങളുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മളിതിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് തന്നെയായിരിക്കും മോസ്റ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എല്ലാം നന്നായി പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക, ശേഷം ആൻസർ കീ നോക്കിയാൽ മതി കേട്ടോ. നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആക്ടിവിറ്റി 1 റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആണ്. അത് വായിക്കാം. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. Now add 4 lines in the space given below. My friend says I have to എന്ന് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 4 വരി എന്ത് ചെയ്യണം, ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ആ പോയറ്റിക് ലൈൻസ് ഫില്ല് ചെയ്യുക. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് ദി വേർഡ്സ് ഇൻ കോളം എ വിത്ത് ദെയർ റൈമിംഗ് വേർഡ്സ് ഇൻ കോളം ബി. അപ്പോൾ ആദ്യത്തെ ഇതിൽ റോ, ഫോൺ, വെയിറ്റ്, സ്റ്റിൽ, കെയർ, റിമൈൻ ഉണ്ട്. അടുത്ത റോല് ഓൺ, ലേറ്റ്, ഇൽ, ഷെയർ, കംപ്ലൈൻറ്റ്, നോ, അത്രയുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് മാച്ച് ആയിട്ടുള്ളത്? റൈമിംഗ് പെയർ ആണ് കേട്ടോ ചൂസ് ചെയ്യേണ്ടത്. റൈമിംഗ് വേർഡ്സ് ചൂസ് ചെയ്യുക, എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോയിങ് ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ബിലോ. നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് 3 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സതി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് വായിക്കാൻ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ വായിക്കാം. കാഞ്ഞങ്ങാട്. എ വൊറേഷ്യസ് റീഡർ സതി ഈസ് ലിവിങ് വിത്ത് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഹെർ ടു വാക്ക്. അപ്പോൾ അവർക്കൊരു ഡിസോർഡർ ഉണ്ട്, നടക്കാൻ പറ്റില്ല അല്ലേ. ഷി ഹാസ് ബീൻ ബെഡ് റിഡൺ ഫോർ ദ പാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് അവർ ഇതേ അവസ്ഥയിലാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിസീസ് ഷീ ലവ്സ് റീഡിംഗ്. സിറ്റിംഗ് ഇൻ ബെഡ് ഷീ ഹാസ് റീഡ് മോർ ദാൻ 2000 ബുക്സ് ആൻഡ് റിവ്യൂഡ് ദം. അപ്പോൾ അവർ ഇരുന്നു കൊണ്ട് തന്നെയാണ് എല്ലാം അല്ലേ. അപ്പോൾ 2000 ബുക്കിൽ കൂടുതൽ അവർ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. ഷീ സേസ് ഹാപ്പിലി മൈ ഫാദർ സിവിക് കോഡക്കാർഡ് ഇസ് എ പേഴ്സൺ ഹൂ ലെഡ് മീ ടു ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് റീഡിംഗ്. അവരുടെ അച്ഛനാണ് എന്ത് ചെയ്തത്, ഈ റീഡിങ്ങിലേക്ക് അവരെ കൊണ്ടുവന്നത്. ഹി ഓൾസോ മോട്ടിവേറ്റഡ് മീ ടു റൈറ്റ് ആർട്ടിക്കിൾ എഴുതാനും എനിക്ക് അച്ഛനാണ് പ്രചോദനം അല്ലെ, മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ അവരുടെ ബയോഗ്രഫിയാണ്. റീഡ് ആൻഡ് ഫർഗെറ്റ് പെയിൻ was included in the textbooks as a motivational story. She has a collection of more than 400 letters from famous writers. She has received numerous awards including the Sarga Pratibha National Award. Her notable works include Guliga Varacha Chitrangal, okay, and Kalvarayile Malaga. അപ്പോൾ ഇതിൽ തുടർന്ന് വാട്ട് ഇസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്. ഈ ന്യൂസ് റിപ്പോർട്ട് എന്തിനെ കുറിച്ചാണ്? വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? വേർ ഇസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ റിപ്പോർട്ട് എവിടെ നിന്നുള്ളതാണ്, ഇത്രയും നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. ഇനി ആക്ടിവിറ്റി 4 നമുക്ക് തന്നിരിക്കുന്നത് ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ ഈ ഒരു സെൻറ്റൻസസിൽ അണ്ടർലൈൻ ചെയ്തത് നോക്കുക. ഹിയർ അറ്റ് ആൻഡ് ഫോർ ആഡ് മീനിങ് ടു ദ സെൻറ്റൻസസ്. അറ്റും ഫോറുമാണ് ഇവിടെ സെൻറ്റൻസസിന് അർത്ഥമുണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് സെൻറ്റൻസസ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന വേർഡ്സ് നോക്കുക. ഓവർ, അണ്ടർ, ഇൻ, ഫ്രണ്ട് ഓഫ്, ബിസൈഡ്, ബിറ്റ്വീൻ. ഇത് നമ്മൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഫില്ല് ചെയ്യണം. ദിസ് ഇസ് സ്മിനുസ് റൂം. സ്മിനു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് ദി ടേബിൾ. ഹെർ ബോൾ ഈസ് ഡാഷ് 2 tables. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഡാഷ് ദ ടേബിൾ. ഹെർ കാറ്റ് ഈസ് ലൈങ് ഡാഷ് ദ ടേബിൾ. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ആക്ടിവിറ്റി 5 നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കുക. 1 2 3 4 5 5 ഉണ്ട്. ഈ 5 നമുക്ക് ഡിസോർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് ഓർഡർ ആക്കി ഒന്ന് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഇനി ആക്ടിവിറ്റി 6 എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് ബുക്ക് ഡേ, അതിനെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. പ്രിപ്പയർ എ പോസ്റ്റർ അബൌട്ട് വേൾഡ് ബുക്ക് ഡേ. അത്രയേ ഉള്ളൂ. വേൾഡ് ബുക്ക് ഡേൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക. അടുത്തത് വരുന്നത് ആക്ടിവിറ്റി 7 ആണ്. നമുക്കിവിടെ
ക്ലിയർ, സ്ലോ, ബിസി, ടോൾ, കോൾഡ് എന്ന് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ഈ വേർഡ്സ് ഈ 5 സെന്റൻസസിൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ, ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് എസ് എ ജിറാഫ്. സെക്കൻഡ്, ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് എസ് എ ബി. Third, the water from the waterfall is as dash as crystal. Fourth, the cake is as dash as ice. Fifth, the tortoise is as dash as a snail. ഇനി 8th ആക്ടിവിറ്റി വരുന്നത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഉണ്ട് അല്ലെ. ഈ അണ്ടർലൈൻ ചെയ്തതിനെയൊക്കെ ഇതേ മീനിങ് വരുന്ന വേറെ വേർഡ്സ് വെച്ച് റീപ്ലേസ് ചെയ്യണം. One day a traveler arrived at a village. ഈ arrivedനെ മാറ്റണം. He was very tired മാറ്റണം. After the long journey, he made stone soup with the help of an old woman and the villagers. The soup was delicious. അതിനെ മാറ്റണം. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a normal stone. Okay. അപ്പോൾ 8 ആക്ടിവിറ്റിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആൻസർ കീ നോക്കാം. നിങ്ങൾ മാക്സിമം നമ്മൾ ബുക്കിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ശേഷം നമുക്ക് ആക്ടിവിറ്റി 1ൻ്റെ ആൻസർ ആണിത്. My friend says I have to brush my teeth each day, so I have no decay. She is right, I have a healthy smile to last a long while. അടുത്തത് match the following ആണ്. Row, no. Phone, on. Wait, late. Still, ill. Care, share. Remain, complain. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് ആണ്. The news report is about Sadi MV, a bedridden woman who is a voracious reader and has achieved significant recognition despite her rare disorder. എന്താണ് സദിയുടെ പ്രോബ്ലം എന്നാണ് അടുത്ത ചോദ്യം. സദി ഈസ് ലിവിംഗ് വിത്ത് എ റെയർ ഡിസോർഡർ ദാറ്റ് മേക്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു വാക്ക് ആൻഡ് ഹാസ് കെപ്റ്റ് ഹർ bedridden for the past 25 years. Where is this news report from? The news report is from കാഞ്ഞങ്ങാട്. ഇനി ആക്ടിവിറ്റി 4 ആണ്. നമുക്ക് അണ്ടർലൈൻ ചെയ്തത് മാത്രം നോക്കാം. ബിസൈഡ്, അണ്ടർ, ബിറ്റ്വീൻ, ഓവർ ഇത്രയും അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഓർഡർ ആക്കി എഴുതാൻ. ഷീ വോർ എ റെഡ് ദുപ്പട്ട. 2, ഷീ പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. 3, ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവറി ഡേ. 4, ദ ചിൽഡ്രൻ വർ ക്യൂരിയസ് ആൻഡ് ഇഞ്ചഡ് ക്ലോസർ. ദ ചിൽഡ്രൻ കുഡ് നൗ റീഡ് ദ ബസ് നമ്പർ. അപ്പോൾ ഇതാണ് 5 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് 6ാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോസ്റ്റർ ആയിരുന്നു. വേൾഡ് ബുക്ക് ഡേ April 23 ആണ്. ബുക്സ് ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്. ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മൈൻഡ്, ഹേർട്ട് ആൻഡ് സോൾ. ഓപ്പൺ ദി ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ്. ഇതുപോലെ ഒരു ഡിജിറ്റൽ പോസ്റ്ററോ തയ്യാറാക്കാൻ എന്തായാലും ഉണ്ടാവട്ടെ എക്സാമിന്. ഇനി 7ാമത്തെ ആക്ടിവിറ്റി ഫില്ലപ്പ് ആണ്. ആദ്യത്തെ നമുക്ക് ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ടോൾ ആസ് എ ജിറാഫ്. ടോൾ ആണ്. 2ാമത്തെ ദ ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. 3, the water from the waterfall is as clear as crystal. The cake is as cold as ice. 5, the tortoise is as slow as a snail. Okay. അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. ആക്ടിവിറ്റി 8 ഫുള്ളായി ഞാൻ വായിക്കുന്നില്ല. ഈ ഡാഷ് റീപ്ലേസ് ചെയ്യുക. അറൈവ്ഡ് റീച്ച്ഡ് ആയി മാറി. വെരി ടയേർഡ് എന്നുള്ളത് ഇതാ വെരി വിയറി ആയി മാറി. ഡെലീഷ്യസ് ടേസ്റ്റി ആയി മാറി. നോർമൽ എന്നുള്ളത് ഓർഡിനറി ആയി മാറി. അപ്പോൾ ഇത്രയാണ് 8 ആക്ടിവിറ്റി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുക്കിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. നന്നായി പഠിച്ചിട്ട് പോവുക, റിവിഷൻ ചെയ്തിട്ട് പോവുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. തുടർന്നും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.